ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിവാകുമ്പോൾ വലിയ രൂപത്തിലുള്ള ആശങ്ക തന്നെയാണ് ഇങ്ങുള്ളത്. കാരണം നാളിതുവരെ കേരളം ഏറ്റെടുത്തിരുന്ന മുദ്രാവാക്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വർഗീയ ശക്തികളുടെ ആശയങ്ങൾ ഇവിടെ വേര് ഊന്നുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുതയാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ അനാവൃതമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വർഗീയ ശക്തികളെ കേരളത്തിലെ മണ്ണിൽ വേരുറപ്പിക്കുന്നതിന് മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ ചില നിലപാടുകൾ, മൂല്യച്യുതികൾ കാരണമായിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. ഇവിടെ തിരിച്ചടിയേറ്റ ഇടതുപക്ഷത്തോട് പറയാനുള്ളത്, നിങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്യാത്ത കാലത്തോളം, ഇടതുപക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന കാലത്തോളം നിങ്ങളെ ജനങ്ങൾ ഹൃദയപക്ഷമായിട്ട് സ്വീകരിച്ചേക്കാം. അതേസമയത്ത് ഇത്തരം മൂല്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ ജനങ്ങളും മാറി ചിന്തിക്കും. അതൊരു പക്ഷേ തിരിച്ചു വരാൻ കഴിയാത്ത അത്രയും വ്യാപ്തിയുള്ള കയത്തിലേക്കായിരിക്കും നിങ്ങൾ വീഴുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം കൊണ്ടു നടന്നിരുന്ന നീതിബോധം, ജനാധിപത്യബോധം, മതേതര ബോധം ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകുക എന്നതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാസുരമായ ഭാവി. അതിൽ നിന്ന് കേരളത്തെയും ഉത്തരേന്ത്യ പോലെ സംഘപരിവാറിന് അടിത്തറയുണ്ടാക്കുന്ന ഒരു സംസ്ഥാനമാക്കി മാറ്റുകയാണെങ്കിൽ അത് നമുക്ക് ശുഭകരമായ ഭാവിയല്ല സമ്മാനിക്കുക. നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികൾക്ക് ഓശാന പാടുന്ന, വർഗീയ ശക്തികൾക്ക് കുടപിടിക്കുന്ന, വർഗീയ വേർതിരിവുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ വിഷം തുപ്പുന്ന വിഷജീവികളെ അടക്കി നിർത്താതെ അവരോട് സഹവാസം കൂടിക്കൊണ്ട് അവരുടെ തണലിലായി, അല്ലെങ്കിൽ നിങ്ങളുടെ തണലിലായി അവർ ജീവിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട്. അത് തീർത്തും നമുക്ക് അഭിലഷണീയമല്ല. അത്തരത്തിലുള്ള രീതിയാണ് തുടരുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് സംഭവിക്കും. അതിന് ഇടതുപക്ഷമല്ല, ഇനി കേരളത്തിലുള്ള ഏത് കക്ഷി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലും അവർ അപ്പാടെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.